അപ്പോൾ ഇത് കക്കി ഡാമാണ്. കക്കി ഡാമിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണിപ്പോൾ കാണുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനും നിർത്താനും എന്നുള്ള അനുമതിയില്ല. നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെ ഓടിച്ച് അപ്പുറത്തെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടന്നു വന്ന് ഇതിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട് മാത്രമേ പെർമിഷനുള്ളൂ. ഇത് അത്യാവശ്യം പഴക്കമുള്ള ഡാമാണ്. 1966 പണി കഴിപ്പിച്ച ഏകദേശം 900 മീറ്ററിന് മുകളിൽ, അതായത് 1 കിലോമീറ്റർ അടുപ്പിച്ച് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഡാമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം ഈ 2 മലകൾക്കിടയിൽ പണി കഴിപ്പിച്ച ഒരു രീതിയാണ്. നല്ല ഡെപ്തിലാണ് നമ്മൾ താഴത്തോട്ട് നോക്കുമ്പം വിഷ്വൽസ് എല്ലാം വരുന്നത്. മാത്രമല്ല നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ് നല്ല വാട്ടർ കണ്ടൻ്റ് എല്ലാം ഉള്ള ഒരു ഡാം കൂടിയാണ് ഈ കക്കി ഡാം എന്ന് പറയുന്നത്. ഗവി ഫോറസ്റ്റ് സ്റ്റേഷനാണ്, പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പമ്പാർ ഡാമിൽ നിന്ന് ഗവി ആണ് റൂട്ട്. നമ്മളിപ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ, ഇനി അങ്ങോട്ട് പെരിയാർ ടൈഗർ റിസർവ് അങ്ങോട്ട് കയറാൻ പോവാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതുകൂടെ നമ്മൾ ഇവിടെ ഏകദേശം ഒരു 130 രൂപ അടയ്ക്കണം. നേരത്തെ 80 രൂപ മറ്റുമായിരുന്നു ഫീസ്, ഇപ്പോൾ 130 രൂപയായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് നേരെ പമ്പാർ ഡാമാണ്. പമ്പാർ ഡാമിനകത്ത് കയറില്ല, സൈഡിൽ കൂടെ നമ്മൾ ഗവി പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി നമ്മുടെ സ്പോട്ടിലേക്ക് എത്തും. അതാണ്. നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഇപ്പം ചെറിയ മഴയുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിലുണ്ടാകുന്ന ചെറിയ പൊടിച്ചിലുള്ള മഴയുണ്ട്. വഴിയൊക്കെ വളരെ 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 മോശമാണ്. നമ്മൾ നന്നായിട്ട് എണ്ണ അടിച്ചിട്ട് വേണം വണ്ടിക്കകത്ത് വരാനായിട്ട്. അത്യാവശ്യമൊക്കെ നല്ല വീൽ ബേസൊക്കെ ഉള്ള വണ്ടി അല്ലെങ്കിൽ ടയറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം റോഡുണ്ട്, ഫുൾ ടാർഡ് റോഡാണ്, പക്ഷേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതായത് സ്റ്റെപ്പിനെയും കറക്റ്റായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ജാക്കി മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടേ വരാവുള്ളൂ. എന്തായാലും ഇവിടുത്തെ പാസ് എടുത്ത് നമ്മളിനി നേരെ പമ്പാർ ഡാം വഴി, ഡാമിൽ കയറ്റില്ല, നേരെ ഗവിയിലേക്ക് പോവുക. പമ്പ ഡാം അഥവാ കൊച്ചു പമ്പ ഡാം, അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിവിടെ മറ്റുള്ള ഡാമുകളുടെ മേളിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത് പോലെ പോകാൻ പറ്റില്ല. റോഡ് സൈഡിലുള്ള ഈ ഡാം കണ്ട് സൈഡിൽ കൂടെ അങ്ങനെ പോകാൻ മാത്രമേ പമ്പ ഡാമിൽ നമുക്ക് പറ്റത്തുള്ളൂ. ഇത് ഇവിടുത്തെ ഗവിയിൽ എക്കോ ടൂറിസം സ്പേസാണ്. ഇവിടെ നമ്മൾ ആദ്യം കാണിച്ച കൊട്ടവഞ്ചിയുടെ സംഭവം കാണിച്ചില്ലേ, അതുപോലെ ഇതിനകത്തും കൊട്ടവഞ്ചി പോകാൻ പറ്റും. ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ചാർജ് സെയിം ചാർജ് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ സ്പേസ്. ഞങ്ങളിവിടെ കയറുന്നില്ല, കാരണം ടൈമില്ല. നമ്മൾ ഒരുപാട് പയ്യെ സ്ലോ ആയിട്ട് വന്നതുകൊണ്ട്
നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കാട്ടി ഒരുപാട് സമയമുണ്ട്. അപ്പോഴത്തേക്ക് ഇരുട്ട്, നമുക്ക് ഫോറസ്റ്റ് താണ്ടണം. ഇത് ഗവി എക്കോ ടൂറിസമാണ്, കൊച്ചു പമ്പയ്ക്കകത്തുള്ളതാണ്. നമുക്ക് പിന്നെ എന്താ പറയണ്ടേ, ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, അതും ചെയ്യാൻ പറ്റും, കൊട്ടവഞ്ചിയൊക്കെ ചെയ്യാൻ പറ്റും. ഈ സ്ഥലം എന്ന് പറയുന്നത് പൊന്നമ്പലം വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് ഗവി പോകുന്ന റൂട്ടിൽ മകരജ്യോതി കത്തിക്കുന്ന മകരജ്യോതി സന്നിധാനത്ത് നിന്ന് കാണാൻ പറ്റുന്ന ആ സ്ഥലത്തേക്കുള്ള വഴിയാണിത്. ഇതൊരു കാട്ടുവഴിയാണ്. ഇതുവഴിയാണ് പോയാണ് ആ അമ്പലത്തിൽ പൊന്നമ്പലം വീട്ടിൽ ചെന്ന് കത്തിക്കുന്നത്. നമുക്ക് അതിദൂരം പോകാനുള്ള പെർമിഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ തിരിച്ചു വരും. ഈ മലയിൽ ഉൾക്കാട്ടിൽ എവിടെയാണ് ശാസ്താവിൻ്റെ മകരജ്യോതി കത്തിക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ഇത്രയും വരെ വന്ന് കാണാൻ പറ്റുന്നത് ഒരു മഹാഭാഗ്യമെന്ന് കരുതുന്നു. ഇതാണ് ഗവി. നമ്മൾ സെൻട്രൽ ഗവിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കൊച്ചു സ്ഥലമാണ്, അധികം പാർപ്പിടങ്ങളൊന്നുമില്ല. നമ്മൾ ഗവി പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഇവിടെ പൊതുവിതരണ കേന്ദ്രമുണ്ട്, ഒരു കടയുണ്ട്, ചെറിയ രീതിയിലുള്ളൊരു ടൗൺ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രതീക്ഷിച്ച് വരുന്ന പോലെയുള്ള വലിയ സൈറ്റ് വിസിറ്റിങ്ങോ അല്ല, സ്പോട്ട് വിസിറ്റിങ്ങോ ഒന്നും അല്ല സംഭവം. ഇത് ജസ്റ്റ് നമ്മൾ പിന്നെ എന്താ പറയണേ, ഒരു വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ ആസ്വദിച്ച്, പ്രകൃതി ആസ്വദിച്ച് വരാനുള്ള സ്ഥലം. മനസ്സിലായോ? വഴിയൊക്കെ വളരെ മോശമായിരുന്നു ഇങ്ങോട്ടുള്ള. ഇപ്പം ഏകദേശം ഗവി അടുക്കുന്നതിന് മുമ്പ് ഒരു 6-7 കിലോമീറ്റർ നല്ല റോഡായിരുന്നു. നമുക്കിനി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത്. നമ്മൾ വണ്ടിപ്പെരിയാർ കുമളി റൂട്ടിലേക്ക് പോയി നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ റൂട്ട്. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 20-26 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേന് പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ ഇതാണ് ഗവിയുടെ കാഴ്ചകളാണ്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഗവിയിലെ ലാസ്റ്റ് സ്പോട്ടാണ് അത്. ഗവിയാർ ഡാമാണ്. അതിൻ്റെ മുകളിലോട്ട് കയറി നമ്മൾ ഗവി വിടുകയാണ്. ഇതിവിടെ എക്കോ ടൂറിസം, ഇവിടെ ബോട്ടിംഗ് ഉണ്ട് താഴെ. അത് പക്ഷേ നമുക്ക് പറ്റില്ല. ഓൺലൈനായിട്ട് നമ്മൾ KFDCയിൽ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് 3500 രൂപ പാക്കേജ്, ഒരു ബോട്ടിങ്ങും നൈറ്റ് സ്റ്റേയും മറ്റ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇത്രയും കൊടുക്കും. വെജിറ്റേറിയനാണ് ഫുൾ ഇത് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ബോട്ടിംഗ് ചെയ്യാൻ പറ്റും. ഇതിന് താഴെ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്.
അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഗവിയാർ ഡാമിൻ്റെ മുകളിൽ കൂടെ കയറി നമുക്ക് ഗവി വിടാം. ചേട്ടാ ഗവിയാർ ഡാമെന്ന് കാണിച്ചത് ഇവിടെയാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന സ്പേസിലാണ് ബോട്ടിംഗ് ഉണ്ടായിരുന്നത്. ഈ കൊറോണ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ടോയെന്നും അറിയത്തില്ല. ഗുഡ് ബൈ ഗവി. ഇങ്ങോട്ടൊന്ന് എന്നെ കാണിച്ചു. നേരെ ഇനി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരെ നമ്മൾ കുമളിക്ക് പോവുകയാണ്. അതാണ് റൂട്ട്. 5 മണിക്ക് മുമ്പ് നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തണം. 4 മണിയായി ഇപ്പോൾ തന്നെ. ഞങ്ങൾ എത്തുമെന്ന് അറിയില്ല. മാക്സിമം എത്താൻ ശ്രമിക്കുകയാണ്. ഓക്കെ.